റജി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച വാദം ഞാൻ പറയാം എങ്ങനെ എന്താണെന്ന് അതിൻ്റെ മലയാളം. ശ്രീ എ സജീവൻ, റജി പറയാൻ ശ്രമിച്ചത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഉത്തുംഗതയിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു സമുദായത്തെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കാണ്. അതായത് ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കാൻ മുസ്ലിം സമൂഹത്തിൽ വർഗീയത ഉണ്ടാകണം എന്നാണ് പറഞ്ഞതെന്ന്. അതാണ് റജി പറഞ്ഞതിൻ്റെ മലയാളം ഞാൻ മനസ്സിലാക്കിയത്. അല്ലേ ശ്രീ എസ് സജീവൻ? റജി ആവർത്തിച്ച് കോണ്ടെക്സ്റ്റ് പറയുന്നു. അത് ആ സന്ദർഭം അദ്ദേഹം വിശദീകരിക്കണ്ടേ? ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞതെന്നുള്ള അദ്ദേഹത്തിന് സത്യത്തിൽ അറിയാം. അദ്ദേഹത്തിന് ആ സന്ദർഭം അറിയില്ല എന്നുള്ളത്. ഇത് ഏത് സന്ദർഭമാണ്? ഒന്നാമത്തെ കാര്യം, ഏത് സന്ദർഭത്തിലാണെങ്കിൽ പോലും ഈ വാക്കുകൾ അത് അടർത്തിയെടുത്താലും ഇല്ലെങ്കിൽ വളരെ വ്യക്തമാണല്ലോ. അത് ഇത് വളരെ വ്യക്തമായിട്ട് വരുന്ന ഒരു സമുദായത്തിന് വേണ്ടി മാത്രം ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം, മതമാണ് എന്ന് പറഞ്ഞാൽ ആ 3 തവണ ആവർത്തിക്കുമ്പോൾ അതിൽ വേറൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മതം തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയും. അപ്പോ മതം പ്രശ്നമാണ് എങ്കിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ചോദ്യം, ഈ ഞങ്ങളുടെ വിരുദ്ധ ആശയക്കാർക്ക് ചിന്തിക്കാവുന്ന കാര്യം, അങ്ങനെ വന്നാൽ ഇവർ സ്വാഭാവികമായിട്ടും ഈ നിയമങ്ങൾ ഇവിടെ ശരീഅത്ത് നിയമം ഇവിടെ നടപ്പാക്കണം എന്ന് പറയും. മതം പ്രശ്നമാകുമ്പോൾ അപ്പൊ മതം പ്രശ്നമാകുമ്പോൾ ഇസ്ലാമിക നിയമം ഇവിടെ നടപ്പാക്കണം എന്ന് പറയും. ഈ സിവിൽ ആണെങ്കിലും ക്രിമിനൽ ആണെങ്കിലും നിയമം അതേപടി ഇവിടെ നടപ്പാക്കണം എന്ന് പറയുന്ന അതാണോ വേണ്ടത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും എതിരാളികൾക്ക് ഉണ്ടായേക്കാം. രണ്ടാമത്തെ പ്രശ്നം, ഈ ഒരു സാമുദായിക പാർട്ടിക്ക് ഇപ്പം ഈ 9.5 വർഷക്കാലം ഈ സമുദായത്തിന് നഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം 9 വർഷക്കാലം ഈ LDF സർക്കാരിന്റെ കാലത്ത് എന്താണ് ഒരു പ്രത്യേക സമുദായത്തിന് നഷ്ടപ്പെട്ടതെന്ന് കൂടി പറയണല്ലോ. ശരിക്കറിയാം. അത് മാത്രം പറയും. എന്താണ് മുസ്ലിം സമുദായത്തിന് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടത്, സമുദായത്തിന് മാത്രമായി നഷ്ടപ്പെട്ടത് എന്താണെന്നുള്ള കാര്യം പറയാം. ശ്രീ മാധ്യമപ്രവർത്തകൻ എ സജീവൻ ചോദിക്കുന്നു, കഴിഞ്ഞ ഭരണത്തിൽ മുസ്ലിം സമൂഹത്തിന് മാത്രമായി നിഷേധിക്കപ്പെട്ടു, നിങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കപ്പെട്ട എന്ത് കാര്യമുണ്ട്? നോക്കൂ, ഈ KM ഷാജിയുമായിട്ട് ചേർത്താണല്ലോ ഇപ്പൊ ഈ പറയുന്നത്. അപ്പൊ അദ്ദേഹം ആ KM ഷാജിയുമായിട്ട് ചേർന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതിരോധമായിട്ടാണ് അങ്ങ് കാണേണ്ടത്. ഇത് അതന്നല്ലേ RSS ചെയ്യുന്നത്? RSSനെ എതിർക്കുന്നു, മുസ്ലിം ലീഗിനെ എതിർക്കാതിരുന്നാൽ അത് സമത്വമാകുമോ? മുസ്ലിം ലീഗിന്റെ വർഗീയത എതിർക്കാതിരുന്നാൽ KM ഷാജി വർഗീയ പരാമർശം നടത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. താങ്കൾ കേട്ടോളൂ, ഇനിയും ഞാൻ ആ വാക്കുകൾ കേൾപ്പിക്കും. അങ്ങേയറ്റത്തെ സെക്കുലർ നിലപാടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് KM ഷാജി ഉള്ളത്. അപ്പൊ മതമാണ് പ്രശ്നം എന്നാ കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതായത് മതമല്ല മതേതരത്വമാണ് ഈ LDF സർക്കാരിൻ്റെയും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ പറയുന്നത് എങ്കിൽ കേട്ടോളൂ. ഇന്നാ മലപ്പുറത്ത് അടക്കമുള്ളവരോടാണ് പറയുന്നത്, എന്നാ കേട്ടോളൂ. ഇന്നാ മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രങ്ങളോടാണ് പറയുന്നത്, എന്നാ കേട്ടോളൂ. മതമാണ് പ്രശ്നം. 9.5 വർഷം ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടത് നേടിക്കൊടുക്കാൻ, അല്ലെങ്കിൽ എന്തിനാണ് ഞങ്ങൾക്ക് ഭരണം, ഈ പണി കളഞ്ഞിട്ട് പൊയ്ക്കൂടെ എന്ന്. അപ്പം മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നവരെല്ലാം ആ ഉദ്ദേശത്തിൽ വേണമോ വോട്ട് ചെയ്യാൻ? അപ്പോൾ UDF എന്ന നിലയിൽ നിങ്ങൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ജയിപ്പിക്കുന്നത് എങ്ങനെയാണ്? എന്തൊരു വർഗീയതയാണ് മുസ്ലിം ലീഗ് പറയുന്നത്? എന്നിട്ട് അത് മറച്ചു വെച്ചിട്ടാണോ നിങ്ങളിത് പറയുന്നത് ശ്രീ റജി? നോക്കൂ, അഴിമതിയും സ്വജനപക്ഷപാതവും നിലനിർത്തിക്കൊണ്ട് 10 വർഷമായി ഭരിക്കുന്ന സർക്കാർ മറ്റ് വിഭാഗങ്ങളെ ഉള്ളവരെ പരിഗണിക്കാതെ ഭരണം നടത്തുന്നതിന്റെയും സാമ്പത്തികമായി കേരളത്തെ അങ്ങേയറ്റം ഒരു ദുർബലാവസ്ഥയിലേക്ക് എത്തിച്ചതിന്റെയും ജനങ്ങളിൽ ആകപ്പാടെ അസംതൃപ്തി സൃഷ്ടിച്ചതിന്റെയും പരിണത ഫലമായി ഉണ്ടാകുന്ന അങ്ങേയറ്റത്തെ കടുത്ത ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രകടനമാണ് ഇതൊക്കെ. അതെ, ഭരണവിരുദ്ധ വികാരം എന്താണ്? LDF കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഇടതുമുന്നണിയെ തോൽപ്പിക്കാൻ, ആ ഭരണവിരുദ്ധ വികാരം ആ അർത്ഥത്തിൽ ഉദ്ദീപിപ്പിക്കാൻ നിങ്ങൾ ഒരു വിഭാഗത്തോട് വർഗീയത പറയുന്നു, അതിന് UDFിലെ മുസ്ലിം ലീഗിനെ ഉപയോഗിക്കുന്നു. ഇതല്ലേ താങ്കൾ പറഞ്ഞതിൻ്റെ മലയാളം? ഒരിക്കലുമല്ല. യുഡിഎഫിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ പ്രൈമറി എയിം, അതിന്റെ മുഖ്യമായിട്ടുള്ള അങ്ങനെയാണെങ്കിൽ KM ഷാജി തള്ളിപ്പറയാത്ത എന്താണെന്ന് VD സതീശൻ എന്താണ്? മതമാണ് പ്രശ്നം എന്ന് പറയുന്ന ഒരാൾ UDFിന്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് പറയാത്തത് എന്താണ് VD സതീശൻ? ഈ മതം, ഞങ്ങൾക്ക് UDFിന്റെ ഭരണം കിട്ടുന്നത് ഒരു സമൂഹത്തിന് മാത്രം, ഒരു സമുദായത്തിന് മാത്രം നഷ്ടപ്പെട്ടത് നേടിക്കൊടുക്കാനാണ്
എന്ന രീതിയിൽ പറയുന്നത് ശരിയല്ല എന്നെന്താണ് മുസ്ലിം ലീഗിൻ്റെ സമന്നതനായ നേതാവ് കുഞ്ഞാലിക്കുട്ടി KM ഷാജിയെ തിരുത്താത്തത്? എന്താണ് VD സതീശൻ അതിനെ വിമർശിക്കാത്തത്? പറയൂ റജി, പറയൂ. നോക്കൂ, അത് സംബന്ധിച്ചുള്ള വിശദീകരണം KM ഷാജിയോട് മാധ്യമ പ്രവർത്തകർക്ക് ആരാവുന്നതാണ് കൂടുതലായിട്ട് വേണമെങ്കിൽ. പക്ഷേ മുന്നണിയുടെ കാര്യമാണ്. ഈ UDF നേതൃത്വം നൽകുന്ന കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം അത് ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാല്യൂ, പ്രിൻസിപ്പിൾ മതേതരത്വമാണ്. പറഞ്ഞാൽ മതിയോ? അത് പറഞ്ഞാൽ മതിയോ? എങ്ങനെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ റജി. താങ്കൾ കോൺഗ്രസിന്റെ വക്താവല്ല, ഒരു സഹയാത്രികനാണ് കോൺഗ്രസിൻ്റെത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രമില്ല, അവർ മതരാഷ്ട്രമൊക്കെ ഉപേക്ഷിച്ചു, അത് ഞങ്ങളെ കൂടെ ഇനി ഒരു മുന്നണി സ്വഭാവത്തിൽ സഹകരിക്കുമെന്ന് പറയുന്നു. RSS നേതാവ് ഗോൾവാർക്കറിൻ്റെ ചിത്രത്തിന് മുന്നിൽ പോയി തിരികൊളുത്തുന്നു. എന്നിട്ട് പറയുന്നു വർഗീയതയ്ക്കെതിരെ വീരാളിപ്പട്ട് പുതച്ച് കിടക്കുമെന്ന്. എന്നിട്ട് പറയുന്നു ഒരു സമുദായ നേതാക്കന്മാരുടെയും തിണ്ണ നിരങ്ങാൻ പോകില്ലെന്ന്. എന്ന് പറഞ്ഞപ്പോൾ തന്നെ സമുദായ നേതാക്കന്മാരെത്തി പറഞ്ഞു, 1.5 മണിക്കൂർ ഞാൻ തിണ്ണയിലിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്ന് എന്നോട് വോട്ട് ചോദിച്ചു. പറവൂരിൽ ഞങ്ങളുടെ മെഷീനറി അതിനുവേണ്ടി ഉപയോഗിച്ചു അദ്ദേഹത്തിന് വോട്ട് പിടിക്കാൻ. അതുകൊണ്ടാണ് 11,000 എന്ന ഭൂരിപക്ഷം 20,000 ഉയർത്തിയത് എന്നതടക്കം ഒരു സമുദായ നേതാവ് പറഞ്ഞപ്പോൾ ഉടനെ മലക്കം പറയുന്നു. ഞാൻ എല്ലാവരും കാണാറുണ്ട് എന്ന് പറയുന്നു. ഇതാണോ വർഗീയതയ്ക്കെതിരെയുള്ള നിങ്ങളുടെ നിലപാട്? VD സതീശനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ ചോദിച്ചത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മുന്നണിയിൽ മതം പറയുന്നവർ, വർഗീയത പറയുന്നവർ ഇരിക്കുന്നു. അവർക്കൊപ്പം ഇരുന്നിട്ടാണോ നിങ്ങൾ നിഷ്പക്ഷതയും മതേതരത്വവും പറയുന്നത്? അതെങ്ങനെ ശരിയാവും? നോക്കൂ, ഇത് 2-3 ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ചിരിക്കുന്നത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചാണ് അങ്ങ് ആദ്യം ചോദിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുമായി 40 വർഷം ചേർന്ന് പ്രവർത്തിച്ചതാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്നലെ പോലും അബ്ദുറഹ്മാൻ താനൂരിലെ ഒരു പരിപാടിക്ക് ഇനി മറ്റൊരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അല്ല UDF-നുള്ളത്, മറിച്ച് വെൽഫെയർ പാർട്ടിയുടേതാണ്. വെൽഫെയർ പാർട്ടി ഇവിടെ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അത് പിന്തുണ ഓഫർ ചെയ്യുമ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. BJP അതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. SDPI അതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. നിങ്ങൾക്ക് ഏത് വിധേനയും CPM-ന് 3ാമത് അധികാരത്തിൽ വരണം. അതിന് ഒരു ഭൂരിപക്ഷ വർഗീയ ധ്രുവീകരണം നടത്തണം. അതിനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് മുൻ സെക്രട്ടേറിയറ്റ് CPM-ന്റെ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന AK ബാലൻ വർഗീയ പരാമർശം നടത്തുന്നു. ഇപ്പോഴത്തെ ഒരു മുസ്ലിം ലീഗിനെതിരെ സംസാരിച്ചാൽ അത് വർഗീയ പരാമർശമാകുന്നത്? മുസ്ലിം ലീഗിനെതിരെ സംസാരിച്ചുകൂടെ? അപ്പൊ RSS-നെതിരെ സംസാരിച്ചാൽ ഹിന്ദു വിരുദ്ധതയാകുമോ? RSS-നെതിരെ അപ്പൊ സംസാരിക്കാൻ പറ്റുമോ? ഇതെന്തൊരു സാമൂഹിക അടിയന്തരാവസ്ഥയാണ് കോൺഗ്രസ് ഇന്ദിരാഗാന്ധിക്ക് ശേഷം. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിച്ചത്. സാമൂഹിക അടിയന്തരാവസ്ഥ കോൺഗ്രസ് പ്രഖ്യാപിക്കാൻ ശ്രമിക്കുകയാണ്. മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞാൽ അത് മലപ്പുറത്തിനെതിരെയാണ്, അത് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന് വരുത്തുക. RSS-നെതിരെ സംസാരിച്ചാൽ അത് ഹിന്ദു വിരുദ്ധതയാണ് എന്ന് വരുത്തുക. രാജ്യത്ത് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ അവർ രാജ്യദ്രോഹിയാണെന്ന് മോദി സർക്കാർ പറയുക. ഇതിനൊക്കെ സമാനതകളില്ലേ? ഇതെന്തൊരു സാമൂഹിക അടിയന്തരാവസ്ഥയാണ് നിങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് റജി? എന്നിട്ട് മുസ്ലിം ലീഗിന്റെ നേതാവ് പക്ക വർഗീയത പറയുമ്പോൾ അതിനെ ന്യായീകരിക്കുന്നു. റജി, അങ്ങ് ഇതിനെ വഴിതിരിച്ചു വിടാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഞാൻ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കില്ല. ശ്രീ എ സജീവനോട് നമുക്ക് ചോദിക്കാം. ശ്രീ എ സജീവൻ, ഇതിൽ ഏതെങ്കിലും തരത്തിൽ വഴിതിരിച്ചു വിടലുണ്ടോ? ഇതിൽ സജി ചെറിയാൻ പറഞ്ഞതെന്ത് നമ്മൾ കേട്ടു. ആ വാക്കുകൾ എന്താണ് KM ഷാജി എന്ന മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞത് നമ്മൾ കേട്ടു. ഇനി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി മറ്റൊരു വേദിയിൽ മറ്റൊരു സമയത്ത് റജി പറയുന്നത് പോലെ വേറൊരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞത്, അത് രണ്ടും വർഗീയത. ഇനി ഇതിനെക്കുറിച്ച് കുഞ്ഞാലിക്കുട്ടിയോടും VD സതീശനോടും ചോദിച്ചത് നമ്മൾ കേട്ടു. അതും അവർ ആ വർഗീയതയെ ന്യായീകരിക്കുന്നതാണ്. ഇതിലെവിടെയാണ് വളച്ചൊടിക്കൽ? ഇതിലെവിടെയാണ് വഴിതിരിച്ചു വിടൽ? ശ്രീ എ സജീവൻ. അല്ല, ഇതിൽ വഴിതിരിച്ചു വിടുന്ന പ്രശ്നമില്ല. ഇതിൽ റജി ഇപ്പൊ പറഞ്ഞു, റജിക്ക് സമർത്ഥിക്കാൻ പറ്റാത്ത ഒരു കാര്യം അദ്ദേഹം ഈ കോണ്ടെക്സ്റ്റ് പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. കോണ്ടെക്സ്റ്റ് ഒന്നുമില്ല. ഇതില് ഈ മതമാണ് പ്രശ്നം എന്ന് ഒരു രാഷ്ട്രീയ നേതാവും ഒരു മതേതര പാർട്ടിയുടെ നേതാവ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതേ മതേതര പാർട്ടിയുടെ ആളല്ല, അല്ല മതേതരവാദിയല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പം BJP-ക്കാർ ഞങ്ങൾ ഹിന്ദു രാഷ്ട്രമാണ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പൊ അത് അവരുടെ വർഗീയമായിട്ടുള്ള ഭൂരിപക്ഷ വർഗീയതയാണ് BJP-യുടേത് അല്ലെങ്കിൽ RSS-ന്റേതെന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അവർ ഇത് ഹിന്ദു രാഷ്ട്രമാണെന്ന് പറയുന്നു.
ഹിന്ദുക്കൾക്ക് ഇവിടെ കഴിയാൻ പറ്റുള്ള രീതിയിൽ അവരുടെ പ്രവർത്തനം നടത്തുന്നു. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ അതിന് അതേ രീതിയിൽ ചാപ്പ് കുത്തും. അതേപോലെ തന്നെയാണ് ഇവിടെ മുസ്ലിം ലീഗിനെ നമ്മളെ പണ്ടൊക്കെ ഇടയ്ക്കൊക്കെ നമ്മളൊക്കെ പറഞ്ഞിരുന്നു മതേതര സമുദായത്തിൽ ഊന്നിയിട്ടുള്ള മതേതര പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാർട്ടിയുടെ ആളാണ് പറയുന്നത് ഞങ്ങൾക്ക് മതം തന്നെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സമുദായത്തിന് നഷ്ടപ്പെട്ട, എനിക്ക് നേരത്തെ ഇപ്പോൾ ഞാൻ റെജിയോട് ചോദിച്ച ചോദ്യം അതായിരുന്നു, 9.5 വർഷക്കാലത്തിനിടയിൽ ഇവിടേക്ക് മൊത്തം ജനങ്ങളെ കഷ്ടപ്പെടുത്തി എന്ന് പറയാം, ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ പട്ടിണി കിട്ടുമെന്ന് പറയാം. അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ നടത്താം. അതിന് പകരമായിട്ട് ഒരു സമുദായത്തിന് ഉണ്ടായ നഷ്ടം, ആ നഷ്ടം എന്താണെന്ന് എനിക്കിതുവരെ പിടിയിട്ടില്ല. മൊത്തമായ ആൾക്ക് അതിന് ഉത്തരം റജിയോട് ഞാൻ ചോദിച്ചു. ശ്രീ എ സജീവൻ പറഞ്ഞത് ഞാൻ ക്രോഡീകരിച്ച് ചോദിച്ചു, എന്താണ് ഒരു സമൂഹത്തിന് മാത്രമായി നിഷേധിക്കപ്പെട്ടത്? നിങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരം പറയാനാണെങ്കിൽ പൊതുവിൽ പറയാം, ഒരു രാഷ്ട്രീയ ആരോപണം പോലെ പറയാം, എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ അത് പറയാം, അത് ഓക്കെ, അതൊരു രാഷ്ട്രീയ വിമർശനം. ഇത് ഒരു സമൂഹത്തിന് മാത്രം നഷ്ടമായി എന്ന് BJP നറേഷൻ്റെ മറ്റൊരു പതിപ്പായി മുസ്ലിം ലീഗ് പറയുന്നു. അതിനെ എങ്ങനെയാണ് UDF കാണുന്നതെന്ന് ചോദിക്കുന്നു. എന്താണെന്ന് അതിൻ്റെ കണ്ടന്റ് എന്ന് ചോദിക്കുന്നു. റജിക്ക് ഉത്തരവില്ല. റജി ആ വിഷയത്തെ വിദഗ്ധമായി വളച്ചൊടിക്കുക. റജി മാത്രമല്ല, കോൺഗ്രസിലെ ആളുകൾ പറയേണ്ടത് ഇത് ഒരു സമുദായത്തിന് മാത്രം തിരഞ്ഞു പിടിച്ചിട്ട് അവരെ അവഗണിച്ചു എന്നോ അവർക്ക് നഷ്ടമുണ്ടാക്കിയെന്നോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് നേതാക്കന്മാർ കൂടി പറയണം. ഇതൊരു മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പാർട്ടിയാണല്ലോ.